ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ കഥ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുവാണ്. ഇപ്പോഴും സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തമ്പിക്ക് സാധിച്ചിട്ടില്ല. തമ്പി രാധാമണിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, രാധാമണിയെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാധാമണിയുടെ ജീവന് തന്നെ അത് ആപത്തായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് തമ്പിയും ജാനകിയും അഭിയും ഇങ്ങനെ ആരും അറിയാതെ ഒരു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത്. ആരും സത്യങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഈ വരുന്ന എപ്പിസോഡുകളിൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാനകി മാക്സിമം ആരും സത്യങ്ങൾ അറിയാൻ പാടില്ല, തമ്പിയും അപർണയും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവർ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് രാധാമണിയുടെ ജീവന് തന്നെ ആപത്താണെന്ന് ജാനകിക്ക് അറിയാം. എന്നാൽ അമ്മയെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ജാനകി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ പൊന്നും അഭിയും വീട്ടിൽ വന്നപ്പോൾ അപർണ ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അഭി സത്യങ്ങളൊന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല. ജാനകിക്ക് ജോലി കിട്ടിപ്പോയി എന്നാണ് അഭി പറഞ്ഞിരിക്കുന്നത്. നിരഞ്ജനയും തനിക്ക് സത്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിൽ നിരഞ്ജനയും പെരുമാറിയില്ല. എന്നാൽ കുഞ്ഞുകുട്ടിയോട്, അതായത് പൊന്നുവിനോട് ഭീഷണിപ്പെടുത്തി സംസാരിച്ചാൽ ഒരു പക്ഷേ പൊന്നു സത്യം പറയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പൊന്നുവിനോട് ദേഷ്യപ്പെടുകയും പൊന്നുവിനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ആവർത്തിച്ച് ചോദിക്കുകയും അപർണ ചെയ്തു. എന്നാൽ പൊന്നു ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല. തൻ്റെ അമ്മാമ്മയുടെ ജീവിതം രക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം പൊന്നുവിന് അറിയാം. ജാനകിയും അഭിയും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യങ്ങളൊന്നും പറയാനായിട്ട് പൊന്നു തയ്യാറായില്ല എന്ന് മാത്രമല്ല, അമ്മ ജോലിക്ക് പോയതാണെന്ന് തന്നെ പൊന്നു ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ പൊന്നുവിനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നത് കണ്ട പ്രഭാവതി അപർണയോട് ദേഷ്യപ്പെടുകയും, എന്നിട്ട് നീ എന്തിനാ കുഞ്ഞുകുട്ടിയോട് ദേഷ്യപ്പെടുന്നത്, നിനക്ക് ഇത്രയും ബോധമില്ല അപർണയെന്നൊക്കെ ചോദിച്ച് പറയുകയും, മാത്രമല്ല ആ കുഞ്ഞിന് എന്തറിയാനായിട്ടാണ്, അവൾ പറഞ്ഞ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ പ്രഭാവതി പൊന്നുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. എന്നാൽ ജാനകിയെക്കാളും കാഞ്ഞ വിത്താണ് പൊന്നു എന്നും പൊന്നുവിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും. എന്നാൽ ജാനകി ഒന്നെങ്കിൽ അവളോട് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ പൊന്നുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ട്രെയിൻ ചെയ്ത് തന്നെയാണ് ജാനകി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് കൂടി അപർണ പറഞ്ഞു. എങ്ങനെയെങ്കിലും പൊന്നുവിൽ നിന്നോ അല്ലെങ്കിൽ ജാനകി എവിടെ പോയി എന്നുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അപർണ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തൻ്റെ അമ്മയെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ജാനകി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമ്മയിൽ ഒരു മാറ്റവും വരുന്നതായിട്ട് ജാനകിക്ക് തോന്നുന്നില്ല. അമ്മയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, പക്ഷെ അമ്മയിൽ ഒരു മാറ്റവും കാണുന്നില്ല. ഇനി എന്ത് ചെയ്യും? തൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ തകരാൻ വേണ്ടിയിട്ട് പോകുവാണോ? ഒരുപാട് നാൾ തൻ്റെ അമ്മയെ കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച ജാനകിക്ക് തൻ്റെ അമ്മയെ കാണാനായിട്ട് സാധിച്ചു. എന്നാൽ അമ്മയിൽ ഇനി ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്നുള്ളൊരു പേടിയും ടെൻഷനും ജാനകിക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഓർത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജാനകി പൊട്ടിക്കരയുന്നുണ്ടെങ്കിലും അതെല്ലാം കേട്ട് കല്ലുപോലെ ഇരിക്കുവാണ് രാധാമണി. എന്നാൽ രാധാമണി കിടക്കുന്ന സമയത്ത് ജാനകി തമ്പിയെക്കുറിച്ചും അപർണയെക്കുറിച്ചും തമ്പി രാധാമണിയോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ചൊക്കെ ജാനകി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ രാധാമണിയിൽ ഒരു ചലനം ഉണ്ടാകുന്നത് ജാനകി ശ്രദ്ധിച്ചു. എന്തായാലും തൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ജാനകി ഉറപ്പിക്കുന്നുണ്ട്. ആ സമയത്തും ജാനകി അഭിയോട് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അഭിയേട്ടാ, ഇപ്പോൾ എന്തായാലും അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തമ്പിയെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്നാലോ? അങ്ങനെയാണെങ്കിൽ അമ്മയിലെ മാറ്റങ്ങൾ സംഭവിച്ചാലോ, അമ്മ ഉറപ്പായിട്ടും ജീവിതത്തിലൂടെ തിരിച്ചു വന്നാലോ, തമ്പിയെ തകർക്കാനായിട്ട് നമുക്ക് സാധിച്ചാലോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ജാനകി അഭിയോട് പറഞ്ഞു. എന്നാൽ തമ്പിയെ കൊണ്ടുവരുന്നതിൽ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, തമ്പിയെ അന്ന് കണ്ടതുപോലെയല്ല ഇപ്പോൾ. തമ്പിയുടെ മുഖമെല്ലാം മാറി, ഒരുപാട് മാറ്റം തമ്പിയിൽ തന്നെ സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, തമ്പി രാധാമണിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രാധാമണിയുടെ ജീവൻ അത് ആപത്തായിട്ട് മാറുമെന്ന് അഭി പറഞ്ഞു. പക്ഷേ ഇത് മാത്രമേ തൻ്റെ മുന്നിലൊരു വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അഭി തമ്പിയോട് രാധാമണിയെ പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ജാനകിയുടെ അമ്മ രാധാമണിയാണെന്നുള്ള കാര്യം തമ്പിയോട് അഭി പറഞ്ഞിട്ടില്ല. എന്നാൽ രാധാമണിയുടെ പണ്ടത്തെ ഫോട്ടോ തമ്പിയുടെ മുന്നിൽ കാണിച്ചപ്പോൾ തന്നെ തമ്പി വിറച്ചു തുടങ്ങി. തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ അഭി ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എന്നാൽ അന്ന് രാധാമണി അനുഭവിച്ച എല്ലാ കാര്യങ്ങളും തമ്പിയോട് അഭി പറയാൻ തുടങ്ങി. തമ്പി രാധാമണി അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും തമ്പിയോട് അഭി പറഞ്ഞത്. ഇപ്പോഴും ജാനകിയുടെ അമ്മ രാധാമണിയാണെന്നുള്ള കാര്യം തമ്പിക്ക് അറിയത്തില്ല. പക്ഷെ രാധാമണി എങ്ങനെയെങ്കിലും കണ്ട് കൊല്ലണം എന്നുള്ള ഒരു വാശിയിലാണ് തമ്പി. ഇനി എന്തൊക്കെ സംഭവിക്കാം? തമ്പിയെ
കണ്ടു കഴിഞ്ഞാൽ രാധാമണിയുടെ ഈ ഒരു പ്രശ്നം മാറുമോ? രാധാമണി പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ? അങ്ങനെയാണെങ്കിൽ അപർണയുടെയും തമ്പിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ആ ഒരു രംഗം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.